CPIM-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയ മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. മനു പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഗുണ്ടാ സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. അത് ഇപ്പോൾ മനു തോമസ് ഇപ്പോൾ പറയുന്നു. ഓരോരോ ആരോപണങ്ങൾ, മനു പറഞ്ഞിരിക്കുന്ന ഓരോരോ ആരോപണങ്ങൾ ഞങ്ങൾ കൃത്യമായി പറയുന്ന ആരോപണങ്ങൾ തന്നെയാണ്. സംസ്ഥാന തലത്തിൽ ഒരു അന്വേഷണം നടത്തിയതുകൊണ്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യവും കണ്ടുപിടിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തുന്ന അത് CBI-നാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു CBI അന്വേഷണം തന്നെയാണ് ഏറ്റവും അനുയോജ്യം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്താണ് DCC പ്രസിഡന്റ് പറഞ്ഞത്? വേണു, CPIM വിട്ട മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേക അന്വേഷണത്തിലേക്ക് പോകാം. അതായത് കണ്ണൂരിലെ അടക്കം കൊലപാതക രാഷ്ട്രീയമാകെയും ഈ കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൽ P ജയരാജനെതിരായ വെളിപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം. അത് ഉൾപ്പെടുത്തിയുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം ഷുഹൈബ് വധക്കേസും TP ചന്ദ്രശേഖരൻ വധക്കേസും ഒക്കെ മനു തോമസ് പരാമർശിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ P ജയരാജനെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അങ്ങനെ ഒരു മാഫിയ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നു. CPIM-ലെ ചില നേതാക്കന്മാരുമായി അവർക്ക് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരു ഏകോപനം നടക്കുന്നു. സ്വർണ്ണക്കടത്ത് അതിലടക്കം ഇത്തരം സംഘങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഇതടക്കമുള്ള ആരോപണങ്ങളാണ്. അതിലെ രാഷ്ട്രീയ ബന്ധം എന്നതൊക്കെയാണ്. ഒപ്പം ഇത്തരം വധക്കേസുകളിലെ, പ്രമാദമായ വധക്കേസുകളിലെ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന, ഈ വിഷയങ്ങൾ പ്രത്യേകമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നു. ഒപ്പം മനു തോമസിന് രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറയുകയാണ്. മനു താല്പര്യപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാം. മനുവിന് വധഭീഷണിയുണ്ട്, അത് പോലീസ് സംരക്ഷണം കൊടുക്കണം. ഒപ്പം രാഷ്ട്രീയമായി മനുവിന് സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ വിഷയം സജീവ രാഷ്ട്രീയ ചർച്ചയായി നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്ന, സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒന്നായി വളരുകയാണ്. അതിനെ സജീവ രാഷ്ട്രീയ ചർച്ചയായി കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്യുകയാണ്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.